ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം മോർണിംഗ് രാവിലെ എണീറ്റിട്ടൊന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ എണീറ്റു, പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ യോഗയ്ക്ക് പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലോട്ട് പോവാണ് ഗൈസ്. ഫ്രൈഡേ ഇവിടെ നിന്നും പത്തിരിയാണ് കേട്ടോ. പത്തിരി, ചിക്കൻ കറി അല്ലെങ്കിൽ എഗ് കറി. അപ്പോൾ എഗ് കറിയിലേക്കുള്ള പ്രിപ്പറേഷനാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. ഒരു എഗ്ഗ് ഫ്രൈ ഭാരത ഇത് ലഞ്ച് ബോക്സിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഇന്ന് മട്ടൻ കറി ആയിരുന്നു, സ്പെഷ്യൽ മട്ടൻ കറിയാണ്. പിന്നെ 10 മണിക്ക് അതിൻ്റെ ഇടയിൽ നമ്മളെ പൂളക്കൂട്ടാണ്ടായി കേട്ടോ. പൂളയും പിന്നെന്താ പറയുക, ചേമ്പത്തിൻ്റെ തണ്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൂട്ടാൻ. അപ്പോൾ 10 മണിക്ക് ഇതെല്ലാവരും വെള്ളിയാഴ്ച കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഫ്രൈഡേ കൊണ്ട് വല്ലാതെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, ഭയങ്കര ബിസി ഡേ ആണ്. അപ്പോൾ മെഷീന് കുറച്ച് തകരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായോ നോക്കാണ്ട് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പം ഇതെന്താ പാടുമെന്ന് നോക്കാം. മെഷീനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അതിന് ബേബീൻ്റെ ഒരു പ്രയർ ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടിച്ചാൽ നമുക്ക് ഇതിട്ടിട്ട് പള്ളിയിൽ പോകാറ് വെള്ളിയാഴ്ചല്ലേ. അപ്പോൾ അതൊന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഗൈസ് അലക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം 12 മണിയായി. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ വേഗം പള്ളിയിലേക്ക് പോകാൻ വേഗം കുളിച്ച് മാറ്റി ഒരുങ്ങി നിൽക്കാണ്. അപ്പോൾ വെള്ളിയാഴ്ചയല്ലേ, കുറച്ച് പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് നമ്മളങ്ങനെ പള്ളിയിൽ പോയി വരാം ഗൈസ്. നമ്മളവിടെ അടുത്ത് തന്നെ പെരുമ്പലുണ്ട്, ഒരു വലിയൊരു പുളിക്കലും ഉണ്ട്. പുളിക്കലേക്ക് വല്ലാതെ ലേറ്റ് ആയാൽ പുളിക്കലോട്ട് പോകില്ല. ടൈം ഏകദേശം ബാങ്ക് കൊടുക്കാനാകുമ്പോൾ അവിടെ പെരുമ്പലം പോവും. അപ്പം നമ്മൾ പോവാണ്. ബായ്. അപ്പോഴാണ് പിഞ്ചു പറഞ്ഞത് അത് കൊണ്ടുപോകേണ്ടത് മറക്കണ്ട കേട്ടോ. ഞാൻ അതിന് ബേബിൻ്റെ ഡ്രസ്സ് എടുത്താണ്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി പോവാണ്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഏകദേശം ടൈം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉസ്താദിനെ ബെല്ലടിച്ചൂടെ, ബെല്ല് റിങ്ങാക്കാണ്. അതിന് ബേബിൻ്റെ ഇത് കൊടുക്കാറുണ്ട്. ഈ ഉസ്താദോട് വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ മാറ്റിച്ചിട്ട് ഞങ്ങൾ പോവാം. അതിനെ കുട്ടി ഇതാ മാറ്റണം. പോണ്ടേ വേറെ ചെടി പോന്നത് കാണൂല്ല. ഇവിടെ കൊട്ട അടുക്കളയിലാണല്ലോ, കഷ്ടപ്പാടാണ് ഗൈസ്. അപ്പൊ ഞങ്ങള് പോവാണ് ഗൈസ്. അതിന് ബേബിയുടെ പോവാ. പോളിതാ അതിന് ബേബി പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ജുമ ഒക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മയങ്ങി നമ്മളൊന്ന് പുറത്ത് വന്ന് കേട്ടോ. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, ഔട്ട്ഫിറ്റ് ഇഷ്ടമായവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ മിസ്വാവനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്, വെള്ളാമ്പുറമാണ്. അപ്പോൾ നമ്മളോട് മാറ്റി സെറ്റാകാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ ഫുൾ സെറ്റാണ്. മാറ്റി കഴിഞ്ഞപ്പോൾ കകന കാണാനില്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ആയിക്കുമ്പോഴാണ് ഈ പ്ലാന്റ്സൊക്കെ നനയ്ക്കാനുള്ള ഒരു ഓർമ്മ വന്നത്. ഇതൊരു ഒട്ടുമാവായിരുന്നു, കുറേ കാലമായി ഇങ്ങനെ കുഴിച്ചിട്ട പോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പുരോഗമനം ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ നല്ല കൊടും ചൂടാണല്ലോ. അപ്പം വെറുതെ നിൽക്കുന്ന ടൈമിൽ ഇതിനൊക്കെ ഒന്ന് വാട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാകെ
ചെടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഒരു വിധമായിട്ടുണ്ട്. അപ്പോൾ ഉള്ളതൊന്ന് ഇതാക്കി നനച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കാക്ക വന്ന് അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. ഏകദേശം കൊണ്ടോട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുണ്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കിൽ പെടും ചെയ്യും, അതാണ് അവസ്ഥ. അപ്പോൾ ആണ് മോങ്ങത്ത് ഒരു പുതിയ ഡെലീഷ്യസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് വന്ന് സംഗതി നാക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാണാൻ നിൽക്കേനി കേട്ടോ. അതാട്ടോ സംഭവം ഡെലീഷ്യസ്. ഇവിടെ എന്തായാലും ഒന്ന് പോകണം, അപ്പം ഇന്ന് ടൈമില്ല, നമുക്കൊരു ദിവസം പോകണം. അപ്പോൾ തന്നെ താത്തൻ്റെ വീട് നമ്മളവിടെ എത്തിയപ്പോൾ നൈറ്റായിട്ടുണ്ട്. പിന്നെ അവിടെ കുട്ടീനെ കണ്ട് കുറേ ചില്ലായിരുന്നതിൻ്റെ ശേഷം നമ്മളിങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ. അപ്പോൾ ഗൈസ് ഇത് വെള്ളാമ്പലത്തെ ഒരു മില്ലാണ്, പൊടിമില്ല്. അവരെ താത്തൻ്റെ കസിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക്. ചേന, മാംഗോ, മാംഗോ, ഈത്തപ്പഴം, നാരങ്ങ, ഇത് നാരങ്ങ, മാങ്ങ, പല ഐറ്റംസ് അച്ചാറുകളുണ്ട്. വെളുത്തുള്ളി, പൂരം, അപ്പോൾ ആ മില്ലിൽ നിന്ന് നോമ്പിലേക്ക് വേണ്ട കുറച്ച് അല്ലറ ചില്ലറ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പർച്ചേസ് ആക്കി ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നൈറ്റ് 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് ഉമ്മക്ക് ഓർമ്മ ചക്ക മുറിക്കാണ്ടിരുന്നല്ലോ എന്ന്. അപ്പോൾ ചക്ക മുറിച്ച് എനിക്ക് പിന്നെ റൈസ് തന്നെ കിട്ടണം കേട്ടോ. എന്നെ ആരും ഫുഡ് കഴിച്ചില്ല. ഞാൻ പിന്നെ റൈസ് അഡിക്റ്റ് ആയതുകൊണ്ട് കുറച്ച് ചോറും പിന്നെ നമ്മളെ മട്ടൻ കറി ഉണ്ടായിരുന്നു. മട്ടനാണ് ഫേവറേറ്റ്. അങ്ങനെ മട്ടനും കൂട്ടി ഫുഡ് കഴിച്ചു. അപ്പോൾ ഫ്രൈഡേ എല്ലാ ഡേനെക്കാട്ടും ഭയങ്കര ഒരു ബിസിയാണ്. എന്താ അറിയില്ല, ഓവർ പണിയായതുകൊണ്ടോ പള്ളിയിൽ പോകലും എല്ലാം കൂടി നല്ല ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.